ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്. നമ്മളിന്നൊരു ട്രിപ്പിന് പോവാണ്. ഇന്ന് സൺഡേ ആണ്. ഞങ്ങൾക്ക് ലീവൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ വി ജസ്റ്റ് തോട്ട് അയ്യോ ഇന്ന് ലീവൊക്കെ എടുത്തിട്ട് ട്രിപ്പിന് പോകാമെന്ന്. അപ്പോൾ നമുക്ക് ട്രിപ്പിന് പോവാം. ഹലോ ഗൈസ്, അപ്പം ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഞങ്ങൾ ട്രിപ്പ് പോവാണ്. പക്ഷേ അത് കുറേ കാലം മുന്നേ എടുത്തു വെച്ച വീഡിയോ ആയിരുന്നു. പക്ഷെ എനിക്ക് ഇപ്പോഴാണ് അത് പോസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. ഞാൻ യൂഷ്വലി ട്രിപ്പ് പോകുമ്പോൾ എവിടേക്കാണെന്നോ അല്ലെങ്കിൽ എന്തിനാണോ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻസും ഞാൻ ചോദിക്കാറില്ല കേട്ടോ. ട്രിപ്പ് പോവുക എന്ന് ആരെങ്കിലും എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺ ദി സ്പോട്ട് ഞാൻ ഇറങ്ങി പോകും. ബിക്കോസ് എനിക്ക് അത്രത്തോളം ഇഷ്ടമാണ് എവിടേക്കെങ്കിലും പോകാനും ഇതുപോലെ പ്ലാൻ ചെയ്യാനും പോകാനും കാര്യങ്ങൾക്കൊക്കെ. അപ്പോൾ അന്നത്തെ ഒരു ഡേയും ഞാൻ ഭയങ്കര ക്യൂരിയോസിറ്റിയോടുകൂടി തന്നെ പോയൊരു ഡേ ആണ്. അത് മാത്രമല്ല, എൻ്റെ റൂമിൽ നിന്ന് തൊട്ടടുത്തുള്ളൊരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ പിന്നെ അതിൻ്റെ ഒരു ക്യൂരിയോസിറ്റി നമുക്ക് എന്തായാലും ഉണ്ടാവുമല്ലോ. പ്ലസ് സ്നോ കാണുമോ അല്ലയോ എന്നൊന്നും നമുക്കൊരു എക്സ്പെക്റ്റേഷൻ ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ ജസ്റ്റ് നമുക്കിങ്ങനെ അറിയായിരുന്നു, അതായത് നമ്മൾ അടുത്തുള്ളൊരു സ്ഥലത്തേക്കാണ് പോകുന്നത്. അത് മാത്രമല്ല, ഒരു ലേക്ക് കാണാനാണ് പോകുന്നത് എന്നുള്ളത്. അപ്പോൾ പോകുന്ന വഴിക്കുള്ളൊരു ലേക്കാണിത്. മിക്കേ ക്യാമ്പ് എന്ന് പറയും. ഇവിടെ ഞാൻ ഓൾറെഡി പോയിട്ട് സ്റ്റേ ചെയ്തിട്ടൊക്കെ ഉണ്ടായിരുന്നു ലാസ്റ്റ് ഇയറിൽ കേട്ടോ. അവിടെ എനിക്കൊരു ക്യാമ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു സ്ഥലത്ത് പോയത് ഓർക്കുന്നുണ്ട്, എൻ്റെ ക്ലാസ്മേറ്റ്സിൻ്റെ കൂടെയും അതേപോലെ എൻ്റെ സെൻസേൻ്റെ കൂടെയൊക്കെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇന്ന് ഈ ഒരു ട്രിപ്പ് പോകുമ്പോഴാണ് അങ്ങോട്ടേക്ക് പോകുന്നുണ്ടായിരുന്നത്. ആൻഡ് കുറച്ചും കൂടെ മുന്നോട്ടേക്ക് പോയപ്പോഴത്തേക്ക് നല്ല സ്നോ റോഡ് സൈഡൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോഴും ഞാൻ പറഞ്ഞിട്ടില്ല നമ്മൾ എവിടേക്കാണ് പോകുന്നത്. നമ്മളൊരു മല കയറാനാണ് ഗൈസ് പോകുന്നത്. അവിടെ എത്തിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ലിറ്ററലി ഒരു മല കയറാനാണ് നമ്മൾ പോകുന്നതെന്ന്. എനിക്കറിയില്ല, എനിക്കിത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതെ എൻ്റെ വിലൗട്ട് ട്രെക്കിംഗ്. സത്യം പറഞ്ഞാൽ ഞാൻ ഡെഡാണ്. എനിക്ക് തണുപ്പ് അങ്ങനെ പറ്റില്ല. ഐ ഡോണ്ട് നോ ഇവിടെ ഫോൺ യൂസ് ചെയ്യുന്നത്. സോ നൈസ്. എൻ്റെ പൊന്നേ, ലിറ്ററലി ഐ ആം ഡെഡ് ഗൈസ്. സത്യം പറയാമല്ലോ, കയറി കുറച്ചൊക്കെ തുടങ്ങിയപ്പോഴത്തേക്ക് തന്നെ എൻ്റെ കിളി പോയി തുടങ്ങി. കാരണം എനിക്ക് തണുപ്പ് ഒരുപാട് അങ്ങോട്ട് സഹിക്കാൻ പറ്റില്ല. അത്യാവശ്യമൊക്കെ ഞാൻ സഹിക്കുമെങ്കിലും ഇത് ഭയങ്കരമായിപ്പോയി. കാരണം കാണുന്നിടത്ത് മുഴുവനും വൈറ്റ് സ്നോ ആണ് ഫുള്ളും. നല്ല രീതിക്ക് സ്നോഫോളും ഇടയ്ക്കിടയ്ക്ക് ഉണ്ടായിരുന്നു. കയറി കുറച്ച് മുകളിലോട്ട് എത്തിയപ്പോഴാട്ടോ കുറേ അധികം സ്നോഫോൾ ആയി തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. സോ ലിറ്ററലി എൻ്റെ കൈയും ഒക്കെ നല്ല രീതിക്ക് ഒരുമാതിരിയായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. 2 ഗ്ലൗവൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നെങ്കിലും നല്ല രീതിക്ക് കൈയൊക്കെ കിടന്നിട്ട് വിറയ്ക്കുന്നുണ്ടായിരുന്നു. ഞാൻ ലിറ്ററലി പിന്നെ ലാസ്റ്റിലോട്ട് ഒന്നും അറിയാത്ത ലെവലിലായിപ്പോയി എനിക്ക് തണുപ്പത്ത് നിന്ന്. എനിക്ക് തോന്നുന്നു ഒരു 3 hours അടുത്ത് എടുത്തിട്ടുണ്ടായിരുന്നു ഈ മല കയറാൻ വേണ്ടി. മല കയറി നമ്മൾ മുകളിൽ കാണുന്നത് ഒനാമി ലേക്ക് എന്ന് പറയും. അത് കാണാനായിട്ട് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് ഒനാമി ലേക്ക് കേട്ടോ. അപ്പോൾ ഈ തലേൻ്റെ മുകളിൽ കാണുന്ന ഈ സ്നോവിൻ്റെതൊക്കെ നമ്മൾ കയറുന്നതിൻ്റെ ഇടയിൽ സ്നോഫോൾ പെയ്യുമ്പോഴെല്ലാം എൻ്റെ തലയിലായിട്ടുണ്ടായിരുന്നതാണ്. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അറ്റ് ദ സെയിം ടൈം എൻ്റെ ബോഡിക്ക് അതങ്ങോട്ട് ഏൽക്കുന്നുണ്ടായിരുന്നില്ല. അതായിരുന്നു എൻ്റെ അവസ്ഥ. ബട്ട് വിത്ത് ഗോഡ്സ് ഗ്രേസ് ഒന്നും എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല. അങ്ങനെ തന്നെ ഞാൻ അത് പറയും. കാരണം ഞാൻ അത്രത്തോളം കിടന്ന് മഞ്ഞത്ത് കളിച്ചിട്ടുണ്ടായിരുന്നു. ഭയങ്കര തിക്കല്ല. Guys, how can I explain this experience? Oh my god, this is gonna be the best thing I have ever done in my life. I am loving this, but I'm not able to do. ഒനാമി ലേക്കിൻ്റെ ഒരു ഹിസ്റ്ററി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വന്നിട്ട് എങ്ങനെയാണ് ഫോം ചെയ്തിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മാസീവ് വോൾക്കാനിക് ഇറപ്ഷൻ കൂടിയാണ്. 45
45,000 വർഷം മുന്നേ ഉണ്ടായിട്ടുള്ളൊരു വോൾക്കാനിക് ഇറപ്ഷനിലൂടെയാണ് ഈ ഒരു ലേക്ക് ഫോം ചെയ്തിട്ടുള്ളത്. അതും ഭയങ്കര, അതായത് 1412 മീറ്റേഴ്സ് എബോവ് ദ സീ ലെവലാണ് കാണിക്കുന്നത്. അത് മാത്രമല്ല നമ്മൾ ഒത്തിരി കയറണം കേട്ടോ. ഇത് കിരിഷിമ റേഞ്ച് എന്ന് പറയും, അതായത് കഗോഷിമ. അപ്പോൾ ജപ്പാനിലുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ അറിയുമായിരിക്കും, മിനാമി സൈഡിലോട്ടേക്കാണ് ഇത് വരുന്നത്. ആൻഡ് അത് മാത്രമല്ല, ഇത് വരുന്നത് മിയാസാക്കിയിലാണ്. മിയാസാക്കിയിൽ നിന്ന് ഒരു 50 കിലോമീറ്റേഴ്സ് പോയി കഴിഞ്ഞാലാണ് ഈ സ്ഥലം വരുന്നത്. ആൻഡ് ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ഓൺ ഫുൾ ഒരു മലേൻ്റെ മുകളിലായതുകൊണ്ട് തന്നെ കംപ്ലീറ്റ്ലി അത് ഗ്രീനറിയും, അതേപോലെ മഞ്ഞ് സമയത്താണെങ്കിൽ ഫുള്ളും നമുക്ക് വൈറ്റ് സ്നോ ആയിരിക്കും കാണാൻ പറ്റുന്നുണ്ടാവുക. ആൻഡ് നല്ല ഒരു ഡിസംബർ ജാനുവരി സമയത്തൊക്കെ പോകുമ്പോഴത്തേക്കും ആ ഒരു സ്പ്രിങ് സീസണിൻ്റെ ഒരു ടൈമായിരിക്കും. സോ ദാറ്റ് വി ക്യാൻ സീ മോമിജി ലീവ്സ്. ആൻഡ് ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞ് സക്കുരൻ്റെ സമയത്തൊക്കെ പോകുകയാണെങ്കിൽ അതിൻ്റെ ഭംഗി വേറെ ആയിരിക്കും. സോ നമ്മൾ ഓൾമോസ്റ്റ് മുകളിലോട്ട് എത്തി. ഈ ഒരു പോർഷൻ കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷെ നമ്മൾ എത്തിയിട്ടില്ല ദ റിയൽ വ്യൂ കാണാൻ വേണ്ടിയിട്ട്. ജസ്റ്റ് മുകളിൽ ആ മുകളിൽ കയറി ഈ ഒരു പോർഷൻ കണ്ടപ്പോഴത്തേക്ക് തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ. ഐ വാസ് ഫീലിംഗ് ലൈക്ക് വാവ്, വർത്ത്. ഈ ഒരു ഹൈക്കിംഗ് വർത്ത് ആയിരുന്നു തന്നെയായിരുന്നു എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു കുഞ്ഞ് പോർഷൻ നിങ്ങളിപ്പോൾ കണ്ടിട്ടുണ്ടാവില്ല ആ ലേക്കിൻ്റെ. എനിക്ക് ഒരു ഐഡിയ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല അങ്ങോട്ട് ലേക്ക് കാണുന്നത്. എനിക്ക് വെള്ളം കുറച്ച് പേടിയാണ്, നല്ല രീതിക്ക് പേടിയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചൊന്ന് നിന്ന് നോക്കിയിട്ടൊക്കെയായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. ജസ്റ്റ് സീ ഇതിൻ്റെ ഒരു വ്യൂ ഒക്കെ. അപ്പോൾ ഇതാണ് ഒനാമി ലേക്ക്. അതിൻ്റെ ഒരു ഫുൾ വ്യൂ കാണുന്നൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു ഭാഗമൊക്കെ കണ്ടിട്ട് നിങ്ങൾ ആ ഒരു ലേക്ക് പോർഷനിലോട്ട് കണ്ടാൽ മതി. ഈ ഒരു മല ഫുള്ളും നമുക്കിതുപോലെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു കേട്ടോ. ജസ്റ്റ് സീ ദിസ് വ്യൂ ഗൈസ്. ഈ വ്യൂ, ഞാൻ കയറിയ ആ ഒരു ഹൈക്ക് വേർത്തല്ലേ? നിങ്ങൾ തന്നെ പറ. ആൻഡ് മുകളിൽ കയറിയപ്പോൾ വിത്ത് ഗോഡ്സ് ഗ്രേസ് ഞങ്ങൾക്ക് വൃത്തിക്ക് ഇതൊന്ന് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ആ സ്നോഫോൾ കുറച്ച് നേരത്തേക്ക് ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഹെവി സ്നോ പെയ്യുമ്പോൾ നമുക്കൊന്നും കാണാൻ പറ്റില്ല, ഫുള്ളും വൈറ്റായി മാറും. പക്ഷേ നമുക്കൊരു 10-15 മിനിറ്റിൻ്റെ അടുത്തോളം ഇതിങ്ങനെ കാണാനുള്ളൊരു ഭാഗ്യം കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്ത് ഭംഗിയായിരുന്നു എന്നറിയാം ഇത് കാണുമ്പോൾ. പിന്നെ നിന്ന് അവിടെ ഒട്ടും വയ്യാണ്ടായപ്പോൾ ഞങ്ങൾ താഴോട്ടേക്ക് വന്നു. ഇതുപോലെ ഒരു കുഞ്ഞ് ഷെഡുണ്ടല്ലോ, അവിടെ വന്നപ്പോഴാണ് ഞങ്ങൾ ഓരോ സീസണിൻ്റെയും ഭംഗി കാണുന്നത്. എന്ത് രസമായിരുന്നു. അതിനുശേഷം നമ്മൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ നമ്മൾ കഗോഷിമ വഴി കറങ്ങിയാണ് കേട്ടോ വരാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം ഇപ്പം നമ്മൾ വന്ന വഴി ഫുള്ളും സ്നോ കൊണ്ട് കവർ ചെയ്തിട്ടുണ്ടായിരുന്നു റോഡും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഭയങ്കര സ്ലോലി പതുക്കെയാണ് കേട്ടോ വരുന്നുണ്ടായിരുന്നത്, ഇൻ കേസ് സ്കിഡായി പോകണ്ടെന്നൊക്കെ വിചാരിച്ചിട്ട്. അങ്ങനെ വരുന്ന വഴിക്ക് ഞങ്ങൾക്കൊരു സ്പ്രിങ്ങും കാണാൻ പറ്റി. അത് മാത്രമല്ല, ആ വരുന്ന വഴിക്ക് നമ്മളൊരു ഹോണ്ടഡ് ആയിട്ടുള്ളൊരു പോർഷനും കണ്ടു. അതായത് ജിഷിം വന്നിട്ടാണെന്നൊന്നും അറിയില്ല, പക്ഷെ കംപ്ലീറ്റ്ലി ഇവിടെ ആൾതാമസം ഒന്നും ഇല്ലാത്തൊരു ഏരിയ ആണിത്. മേ ബി ലൈക്ക് ഹോട്ട് സ്പ്രിങ്ങും കൊണ്ടാണെന്നും അറിയില്ല ഇനി. അപ്പോൾ കംപ്ലീറ്റ്ലി ഇവിടെ ആൾക്കാരൊന്നുമില്ല. ആ ഒരു ഏരിയ കംപ്ലീറ്റ്ലി ഹോണ്ടഡായി കിടക്കുമായിരുന്നു, ഫുൾ ഡിസ്ട്രോയ് കിടക്കുമായിരുന്നു വീടും കാര്യങ്ങളൊക്കെ. സോ ഇതാണ് കേട്ടോ ആ ഒരു കുട്ടി ഹോട്ട് സ്പ്രിങ് അല്ലെങ്കിൽ വോൾക്കാനോ ഏരിയ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടി. മഞ്ഞാണോ എന്നൊക്കെയാണ് ആദ്യം വിചാരിച്ചത്, പക്ഷെ അല്ല, ഫുള്ള് പൊക്കൊണ്ട് കവർ ചെയ്ത് കിടക്കുകയായിരുന്നു. പിന്നെ എൻ്റെ താഴോട്ടേക്കൊക്കെ വന്നപ്പോഴത്തേക്കും റോട്ടിൽ കൂടെ ഒക്കെ കുഞ്ഞു ഹോട്ട് സ്പ്രിങ് ഒക്കെ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കാണാൻ പറ്റി. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ മൊത്തത്തിൽ ആ ട്രിപ്പ്. അതിനുശേഷം നമ്മൾ പിന്നെ നേരെ പോയിട്ടുണ്ടായിരുന്നത് കഗോഷിമയിൽ തന്നെ ഒരു കിരിഷിമയിലുള്ളൊരു ജിൻജയിലോട്ടേക്കാണ്. ആ ജിൻജേൻ്റെ വ്യൂവും അതുപോലെ തന്നെ അടിപൊളിയായിരുന്നു. സോ ഗൈസ്, ഇപ്പോൾ നമ്മൾ കഗോഷിമയിലുള്ള കിരിഷിമയിലുള്ള ജിൻജയിലോട്ടേക്കാണ് നമ്മൾ വിളിച്ചിട്ടുള്ളത്. എനിക്കറിയില്ല അവിടെ നിന്ന് വന്നതുകൊണ്ടൊക്കെ ആണോ എന്നറിയില്ല, കുറവുണ്ട്. അല്ല, അതൊക്കെ അവിടെ ഇറക്കിയത്.
ഇതാണ് കേട്ടോ ആ ജിഞ്ച എന്ന് പറയുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആ ഒരു ഈവനിങ് സൺസെറ്റും നമുക്ക് അവിടെ നിന്ന് കാണാൻ വേണ്ടി സാധിച്ചു. ഞാൻ കുറേ നേരം നിന്ന് സൺസെറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ പോയ സമയത്ത് ഒരുപാട് കപ്പിൾസാണ് വരുന്നുണ്ടായിരുന്നത്. ഈ ഒരു ജിഞ്ചേൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ജപ്പാനിൽ തന്നെ വൺ ഓഫ് ദി മോസ്റ്റ് മെത്തോളജിക്കൽ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഷ്രൈനിലൊന്നാണ്. അത് മാത്രമല്ല ഈ ജിങ്കു എന്തിനു വേണ്ടി ലിങ്ക്ഡ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെവൻലി സ്പിയർ ആണ്. അതായത് നിഹോങ്കോയിൽ ഇത് പറയുന്നത് അമാനോ സക്കാഹോക്കോ എന്നാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് നിന്നിഗി നോ മിക്കോത്തോ, അതായത് സണ്ണിൻ്റെ ഗ്രാൻഡ് സൺ ആയിട്ടുള്ള നിന്നിഗി, ആ ഒരു പേഴ്സൺ ഹെവൻ നിന്നും ഈ ഒരു മൗണ്ട് തക്കാച്ചിഹോ റൂൾ ചെയ്യാൻ വേണ്ടി എർത്തിലോട്ടേക്ക് വന്നു എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ജിഞ്ചിയാണിത്. അങ്ങനെയാണ് ഈ ജിഞ്ച ഫോം ചെയ്തെന്നൊക്കെയാണ് പറയപ്പെടുന്നത്. പക്ഷേ എന്തായാലും ഭയങ്കര അടിപൊളിയായിരുന്നു അന്നത്തെ ആ ഒരു ഈവനിങ്ങും സൺസെറ്റും എല്ലാം. സോ എന്തായാലും ഈ ഒരു വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.